ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം കേട്ടോ. ഇന്ന് 2/5/25 കഥയാണ്. അപ്പോൾ എന്താണ്, ആ അച്ചമ്മ ഇന്നലെ ഇരുന്നിട്ട് ഭയങ്കര ചിരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സീരിയലിൽ ലാസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ എന്താ ചിരിക്കണമെന്ന് ഇപ്പോൾ കമലമ്മയും സുധാകര മാഷും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കും. അപ്പോൾ പറയും, വിനായകനോട് പറഞ്ഞ് ചിരിക്കുകയാണ്. കാരണം വിനായകൻ്റെ അടുത്ത് പറയും, അച്ചമ്മ ഈ കണ്ട സ്വത്ത് മുഴുവൻ ഞാൻ അനാഥാലയത്തിലേക്ക് എഴുതി വെക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അവരോട് പറയുന്നതാണ്. ഞാൻ അവനോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്വാസം നിലച്ച് പോയി, കണ്ണൊക്കെ തള്ളി ആകെ വിഷമത്തിലായി എന്നൊക്കെ പറഞ്ഞു. പറയും അച്ചമ്മ പറയും, പിന്നെ ഞാൻ അതങ്ങനെ പറഞ്ഞത്, ഈ സ്വത്ത് മുഴുവൻ അവർക്കുള്ളത് തന്നെയല്ലേ. ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ അത് തട്ടിയെടുക്കല്ല വല്ല വഴികൾ എന്തെങ്കിലും നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സുധാകര മാഷ് എടുത്ത വഴിക്ക് പറയും, അമ്മ പറയുന്നതാണ് ശരി. അമ്മ ഈ സ്വത്ത് മുഴുവൻ അനാഥാലയത്തിലേക്ക് എഴുതി വെച്ചോളൂ, അമ്മയുടെ കാലശേഷം അത് അവരെടുത്തോട്ടെ, അതാവും സന്തോഷം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അത് ഞാൻ അനിയനെ വിളിച്ച്, മാഷയുടെ അനിയൻ്റെ പേര് പറയുന്നുണ്ട്, അപ്പോൾ അവനെ വിളിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും തീരുമാനം അത് തന്നെയാണ് അറിയും. അപ്പോൾ നിനക്കിവിടെ വന്ന് നിന്നുകൂടെ സുധാകര എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അമ്മ അവിടെ കുറേ കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, പിന്നെ അതുമല്ല ആ വീടും അതൊക്കെ ഇട്ടിട്ട് പോരാനുള്ള മടി കൊണ്ട് അറിയും. അപ്പോൾ പറയും, പിന്നെ എന്തുകൊണ്ട് നിനക്കിവിടെ വന്നൂടെ, അത് കുട്ടികളെ ഏൽപ്പിക്കുക, എന്നിട്ട് നിങ്ങളിവിടെ വന്ന് നിങ്ങളിവിടെ നിൽക്കുന്നതല്ലേ. പിന്നെ അതുപോലെ ഇപ്പം നീ ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു വരുമാനം കിട്ടും, അതൊക്കെ മതിയിലേ നിനക്ക് ജീവിച്ചു പോകാൻ, നീ നിൻ്റെ കഷ്ടപ്പാടൊക്കെ നിർത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കുക സുധാകര എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, ഒന്നാമത് ഈ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പല ആളുകൾ വന്ന് കയറി ഇറങ്ങിപ്പോവും, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല അമ്മേ എന്നറിയും. അത് വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ അത് നിർത്തിക്കോളൂ, അത് വേണ്ട, എന്നാലും നീ ഇവിടെ നിന്നൂടെ, ഇവിടുത്തെ പറമ്പുകളിൽ കൃഷി ചെയ്ത് നിനക്ക് വേണ്ട ആവശ്യത്തിനുള്ള വരുമാനം നിനക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട അമ്മേ പറയും. അപ്പോൾ പറയും, പിന്നെ എന്തൊക്കെയായാലും നീ ചെയ്യേണ്ടത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറയുന്നുണ്ട് അച്ചമ്മ. അപ്പോൾ പറയും, അതല്ല അമ്മേ, അച്ഛനോടുള്ള വാശിയും ദേഷ്യവും നമുക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല അറിയുമ്പോൾ, അച്ഛനോട് എനിക്ക് വാശിയും ദേഷ്യമൊന്നുമില്ല, നീ കാണിക്കുന്നതല്ലേ ഇപ്പോൾ നിൻ്റെ മോൻ നിന്നോടും കാണിക്കുന്നത് എന്ന് വയ്ക്കുക, അതായത് വിക്രം നിന്നോട് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ അതല്ല, എനിക്ക് അവനോട് വാശിയും ദേഷ്യം എന്ന് ആരാ അമ്മേ പറഞ്ഞത്, എനിക്ക് അവനോട് വാശിയും ദേഷ്യമല്ല, അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും, അതായത് അനിയനെയും ഈ മാഷയുടെ അനിയനെയും ഞങ്ങളെന്നെ വേട്ടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് രണ്ട് പട്ടികളെ പോലെയാണ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്, അങ്ങനെയാണ് ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല അമ്മയെ കാണുന്നത്, അവരെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സങ്കടം, അവരോട് എനിക്ക് വാശിയോ ദേഷ്യമൊന്നുമില്ല, എൻ്റെ നിസ്സയാവസ്ഥ, എൻ്റെ കണ്ണീര്, എൻ്റെ വിഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും മാഷ്. അങ്ങനെ കരയാണ് കേട്ടോ മാഷ് അവിടെ നിന്നിട്ട് സങ്കടം കൊണ്ട്. അങ്ങനെ അവിടുന്ന് പോവുകയാണ് മാഷ്, അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ കമലമ്മയ്ക്കും ഭയങ്കര സങ്കടമാവും. അപ്പോൾ കമലമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ തോളത്തേക്ക് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വിക്രമിൻ്റെ കട്ടിലിൻ്റെ കാലിൻ്റെ ചോട്ടിലിരുന്ന് ആപ്പിൾ കടിച്ചിന്. അപ്പോൾ അങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ വേദമാണ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നീ ഇതുവരെ പോയില്ലേക്കും, ഞാനെങ്ങനെ പോകാൻ, നമ്മൾ രണ്ടാളും കൂടെ, നിങ്ങളെന്തിനാ എന്നെ കണ്ടിട്ട് പേടിച്ചത് അറിയും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇന്നലെ ഒരു റൂമിലല്ലേ കടന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പേടിച്ചത്, അപ്പോൾ നീ ഇതുവരെ താഴത്തേക്ക് പോയില്ലേക്കും, പോയെങ്കിൽ ഇപ്പം എന്നെ ഇവിടെ കാണൂ എന്ന് ചോദിക്കും വേദ. അപ്പോൾ ഇവൾ എന്ത് രാവിലെ പല്ലും കൂടെ തേക്കേണ്ടതാണോ ആപ്പിൾ എടുത്ത് കഴിക്കണ അറിയും, അത് നിങ്ങളെ സ്വഭാവമല്ലേ, വായന്ന് ഈ ചിലക്ക് ഒലിച്ചിട്ട് നിങ്ങൾ, അപ്പോൾ ഇങ്ങനെ തൊട്ട് കൈ എന്നറിയും കേട്ടോ, വായന്ന് ഉമിനീര് വന്നിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ കഴിക്കുന്നുള്ളൂ, ഞാനിപ്പോൾ ഫ്രഷായിട്ട് തന്നെയാണ് കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നീച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീച്ചിരുന്നിട്ട് പറയും, എങ്ങനെ ഞാനല്ലോ ഉറങ്ങിയിട്ടില്ല, കൂർക്കം വലി അങ്ങനെയല്ലേ വെട്ടുപോത്തിൻ്റെ, പിന്നെ എങ്ങനെയോ ഉറങ്ങുക മനുഷ്യൻ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും, നിങ്ങൾക്ക് ആപ്പിൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ, ആപ്പിളോ എന്നറിയും, ഒരു കിളി കൊത്തിയ ആപ്പിളോ നോക്കും. ഈ കിളി എന്നറിയും. അയ്യോ നീയോ കിളിയോ, അയ്യോ നീ വവ്വാൽ എന്നറിയും. അപ്പോൾ വവ്വാലെങ്കിൽ വവ്വാൽ എന്നൊക്കെ പറയാം. അങ്ങനെ അവിടുന്ന് അവർ രണ്ടാളുടെ അടി എണ്ണേണ്ടി വരും, കണ്ടാൽ നേർക്ക് നേരം നിന്ന അടിയല്ലേ. അവസാനം അവൻ പറയും, ശരി എന്നാൽ ഞാൻ അച്ഛമ്മേനൊന്ന് കാണട്ടെ എന്ന് പറയും. എന്തിന് ചോദിക്കും നമ്മുടെ വിക്രം. പറയും, അച്ഛമ്മേനെ എന്തിനാ കാണുന്നത്, തന്നെ കാണുമ്പോൾ അല്ലേ. അച്ഛമ്മേ പഴയ ആളാണ്, പലതും ചിലപ്പോൾ തന്നോട് ചോദിക്കുക പറയും. എന്ത് ചോദിക്കണേ നോക്കി, അല്ല നമ്മൾ രണ്ടാളും നല്ല ഒരു റൂമിലല്ലേ കടന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ എന്നൊക്കെ പറയും. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നറിയോ, കന്യകയായ ഒരു പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ വല്ല ബോധമുണ്ടോ, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടും നമ്മുടെ വേദ. അപ്പോൾ പറയും, അല്ല അതല്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ താൻ താഴത്തേക്ക് പോകുമ്പോൾ
തന്നെ ഒരു കാര്യം ചെയ്യുക, ആ മുല്ലമാല ഉണ്ട് അതുപോലെ അവൾ അങ്ങനെ തന്നെ എഴുന്നേറ്റ് വരുന്നത്, കിടന്ന പോലെ തന്നെ ഉണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ മുടിയിലെ മുല്ലമാലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടേക്ക്, പിന്നെ ആ മുടിയൊന്ന് അഴിച്ച് കെട്ടിയേക്ക്, പിന്നെ നെറ്റിയിലെ പൊട്ട് ഒന്ന് മായ്ച്ച് കളഞ്ഞേക്ക് എന്നൊക്കെ പറയും. അല്ല അങ്ങനെ തന്നെയല്ലേ നോക്കിട്ടോ വിക്രം വേദോട്. അപ്പോൾ പറയും അയ്യോ 90s കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ്, പക്ഷേ 70ലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദങ്ങൾ കളിയാക്കാൻ അറിയും. പണ്ടത്തെ TG രവിയുടെയും KP ഉമറിൻ്റെയും ബാൽക്കനാരുടെയൊക്കെ സിനിമ സ്ഥിരമായിട്ട് കാണാറുണ്ട് വയ്ക്കുമ്പോൾ അപ്പോൾ വിക്രം അതേപോലെ പറയും കാണാറുണ്ട്, അതൊക്കെ എപ്പോഴും വീട്ടിലിരുന്ന് TV കാണാറുണ്ട് അറിയാം. അത് തന്നെ ഇങ്ങനത്തെ ഓരോരോ സ്വഭാവങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദ ഇങ്ങനെ കളിയാക്കുന്നതാണ് കേട്ടോ വിക്രമിനെ. വിക്രമിൻ്റെ വളിച്ചതായിട്ട് വളിച്ച ചിരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതൊന്നും അല്ലടോ മാഷേ, ഇപ്പോഴത്തെ കാലമൊക്കെ മാറി, അതൊന്നും ഇപ്പോഴും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ പിന്നെ വേദ വിക്രമിനോട് കേട്ടോ. അപ്പോൾ പറയും ശരി, ഞാൻ അവിടെ അച്ഛമ്മയുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞോളാം എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആകെപ്പാടെ ഇങ്ങനെ ഒരു വളിച്ച ചിരിയായിട്ട് നിൽക്കുകയാണ് നമ്മളുടെ വിക്രം. കുറേ ഡയലോഗുകൾ അവർ തമ്മിലുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ വേദല്ലേ ആളെ വെച്ച് കാച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ പോണ സമയത്ത് വിക്രം ഇങ്ങനെ നോക്കിയിട്ട് പറയും നീ കിട്ടിയ ചാൻസിന് എനിക്കിട്ട് താങ്ങുന്നുണ്ടല്ലേ, നിനക്ക് ഞാൻ അവിടെ ചെന്നിട്ട് തരാടി വേതാളമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല്ലൊക്കെ കടിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അച്ചമ്മ ഏതോ കുളിച്ച് ഇറങ്ങുമ്പോഴേക്ക് അച്ചമ്മ ഇങ്ങോട്ട് വരിക. മോൾ എഴുന്നേറ്റോ കുളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മയെ കുളിച്ചു പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാനൊന്നും ചോദിക്കുന്നില്ല മോളോട്, നിങ്ങളൊരു ജീവിതം തുടങ്ങിയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ മോള് വാ, നമുക്ക് അച്ചച്ചൻ്റെ കല്ലറയിലേക്ക്, അച്ചച്ചൻ്റെ സമാധി സ്ഥലമുണ്ട് അവിടെ പോവാം, കല്ലറയുടെ അടുത്ത് പോവാം എന്നൊക്കെ പറയും. അതായത് അത് തിരി വയ്ക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് തിരി വേദനെ കത്തിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അച്ചമ്മ പ്രാർത്ഥിക്കുക എൻ്റെ മക്കൾക്ക് നല്ല സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കണേ എന്നാണ് നമ്മളെ അച്ചമ്മ പാവം പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദോട് പറയും മോളെ, പിന്നെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള മറ നീക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം, പിന്നെ നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചില്ല എന്നും എനിക്കറിയാം, ഏതാണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് അവൾ അന്തം വിട്ടത്. പക്ഷെ ഞാനൊന്നും അറിയാത്ത പോലെ അഭിനയിച്ചതാണ് അറിയാം. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ അടുത്തുനിന്ന് കല്ലറയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോരുകയാണ്, സമാധി വെച്ച് മറവ് ചെയ്ത അസ്ഥിത്തറയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. എന്നിട്ട് പറയും എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ അതൊന്നും സാരാക്കില്ല, പക്ഷെ അവൻ നല്ല കുട്ടിയാണ്, എൻ്റെ സുധാകരനിൽ വെച്ച് നല്ല കുട്ടിയാണ്, വിക്രമൻ മൊത്താണ്, അവനെ മാറ്റിയെടുക്കണം, മോൾക്ക് അതിന് കഴിയുള്ളൂ പറയും. പക്ഷെ വേദയുടെ ഉള്ളിൽ പക്ഷെ വേറെ എന്താണ്, വേദയ്ക്ക് അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെയാണ് തോന്നുന്നത്. കാരണം അച്ഛമ്മോടൊന്ന് എതിർത്ത് പറയാനും വയ്യ, പക്ഷെ അവൾ ഇട്ടിട്ട് പോരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ കൊണ്ട് അവനെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം മോൾക്കാണ്, അവൻ മാറിക്കഴിഞ്ഞാൽ അവനെപ്പോലെ ഇത്ര നല്ലൊരു കുട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് നിങ്ങളിങ്ങോട്ട് വരണം, നിങ്ങളൊരു കുഞ്ഞിക്കാലം എനിക്ക് കാണണം, ആ മക്കൾ ഇവിടെ വളരണം, ഈ മുറ്റത്ത് ഓടിക്കളിക്കണം അവർ എന്നൊക്കെ ഇങ്ങനെ പാവം അച്ചമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വേദയ്ക്ക്. അപ്പോൾ വേദമൊക്കെ കേട്ടിട്ട് എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ വീട്ടിൽ കയറി വരികയാണ്. പിന്നെ പോവാൻ എല്ലാവരും റെഡിയായി ഓരോരുത്തരായിട്ട് വണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യാത്ര പറയുകയാണ് എല്ലാവരും. അപ്പോൾ കമലോട് പറയുകയാണ്, പിന്നെ ഒരു കുറേ പൈസ എടുത്തിട്ട് കമലയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പറയും അയ്യോ അമ്മ ഇതൊന്നും എനിക്ക് വേണ്ട പറയും. വേണം മോളെ, ഇത് ഞാൻ തരുന്ന പൈസയാണ് എന്ന് പറയും. അപ്പോൾ മാഷ ഇങ്ങനെ നോക്കുകയാണ്, കമല അങ്ങനെ ഇടങ്ങണ്ണിട്ട് മാഷയെ നോക്കുക. പറയും നീ എന്തിനാ അവനെ നോക്കുന്നത്, അവൻ ഞാൻ പ്രസവിച്ച മകനാണ് അവൻ, പക്ഷേ ഈ കാശ് ഞാൻ നിനക്കാണ് തരുന്നത്, നിൻ്റെ ആവശ്യങ്ങൾക്ക് ഈ പൈസ എടുക്കാം എന്ന് പറയും. അപ്പോൾ വാങ്ങിക്കുക കമല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമലയുടെ കയ്യിൽ മടക്കി ചുരുട്ടി കൊടുക്കുകയാണ് പൈസ കൈ കൊടുക്കുന്ന സമയത്ത് മാഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറയും പിന്നെ എല്ലാവരും കൂടെ യാത്ര പറയും. അപ്പോൾ വിശ്വനാഥ് വന്നിട്ട് അച്ഛമ്മ എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ കയറണം. വിശ്വനാഥും കയറും, ശരി എന്ന് പറയും. അപ്പോൾ വേല ശ്രീജയും വരും. ശ്രീജ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, ഈ വിഷമമൊക്കെ തീരും, മോൾക്കും നല്ലൊരു കാലം വരും, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയും. ശരി അച്ഛമ്മ പറഞ്ഞിട്ട് അവളും കയറും. അപ്പോഴേക്കും വിനായകൻ നന്ദിനി വന്നിട്ട് ഓടി വരും. അച്ഛമ്മ എന്നാൽ ഞാനും ശരി എന്നാൽ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് വിനായകനും നന്ദിനിയും കയറും. അവൾ വിനായകൻ കരഞ്ഞിട്ട് തേങ്ങി കരയുന്ന പോലെയൊക്കെ വന്നിട്ട് അച്ഛമ്മ എന്നാൽ ഞാൻ പോയിട്ട് വരുമ്പോൾ അച്ഛമ്മ അതേ സ്റ്റൈലിൽ തിരിച്ച് ശരി മോൻ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനായകനും വണ്ടി കയറും.
അത് കഴിഞ്ഞ് പിന്നെ മാഷും കമലയും അപ്പോഴേക്കും നമ്മളുടെ വിക്രം വരും. വിക്രം വന്നിട്ട് അച്ഛമ്മ ഞാൻ പോയിട്ട് വരാം, ഞാൻ വരാം അച്ഛമ്മ ഒരു ദിവസം, അന്ന് വരുമ്പോൾ ഒന്ന് പോയി തരുമോ എന്ന് അച്ഛമ്മ ചോദിക്കരുത് അറിയും. അതൊരിക്കലും ഉണ്ടാവില്ല മോനെ, നീ എത്ര കാലം വേണമെങ്കിലും നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം, നിന്നോട് ഒരിക്കലും അച്ഛമ്മ അങ്ങനെ പറയില്ല അറിയും. അന്ന് ഞാൻ പോയിട്ട് വരാറുണ്ട്. അവനും കയറും, വിക്രമും കയറും, മാഷും എല്ലാവരും കയറും. അവസാനമാണ് വേദ കയറുന്നത്. അപ്പോൾ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അവനെപ്പോലെ നിന്നെപ്പോലെ നല്ലൊരു പെൺകുട്ടീനെ ഒരിക്കലും അവന് കിട്ടില്ല, പക്ഷേ അവന് നിന്നെപ്പോലെ ഒരു പെൺകുട്ടി നിനക്ക് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഒരു പെൺകുട്ടീനെ അവനെ ഭാര്യയായിട്ട് കിട്ടാൻ വഴിയില്ല, പക്ഷെ അവന് ഒരിക്കലും നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ അർഹിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഡയലോഗാണ് അച്ചമ്മ പറയുന്നത്. അങ്ങനെ പോകുന്ന പറയും. പിന്നെ അച്ചമ്മയുടെ കഴുത്ത് കിടക്കണ വലിയൊരു മാല ഊരിയിട്ട് അങ്ങനെ ആ വേദയുടെ കഴുത്തിലിട്ട് കൊടുക്കണം. അതുകൊണ്ട് കാണുമ്പോൾ നന്ദിനിയുടെ ജീവൻ പകുതി വിശ്വാസം അവിടെ നിന്നു. കാരണം അത്രയും വലിയൊരു മാലയാണ് അച്ചമ്മ വേദയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും അച്ചമ്മ ഇതൊന്നും വേണ്ട, അറിയും വേണം, ഇത് മോൾക്കുള്ള അവകാശമാണ്, മോൾക്ക് ഞാനൊന്നും തന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചമ്മ വേദയുടെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ വണ്ടി കയറുകയാണ്. വണ്ടി കയറുമ്പോൾ വേദം ഇങ്ങനെ ഇരിക്കാൻ പോകുന്ന സമയത്ത് നിൽക്ക് പറഞ്ഞിട്ട് നന്ദിനി പിടിച്ച് നിർത്താൻ. അപ്പോൾ പറയും ഇത്ര വലിയ മാലയോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും എന്താണ് നമുക്കാർക്കും തരാണ്ട് അവൾക്ക് തന്നെ കൊടുത്തല്ലോ മാല എന്നിങ്ങനെ പറയും നന്ദിനി. അപ്പോൾ അടുത്ത വഴിക്ക് ശ്രീജ ഇന്നിങ്ങനെ വിളിച്ചറിയും, നമ്മൾ വന്ന് കയറിയ സമയത്ത് നമുക്കും അമ്മ തന്നിട്ടുണ്ട് മാല അറിയും. അത് 1.5 മാലയല്ലേ എന്നറിയും. അപ്പോൾ കമലങ്ങനെ നോക്കുമ്പോൾ അല്ല അന്നിപ്പോൾ അതേ വഴി നിങ്ങളെ ഇതാക്കി പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അവസരമൊന്നും ഉണ്ടില്ല. എന്നിട്ടും ഒരു സഹിക്കലില്ല നമ്മുടെ നന്ദിനിക്ക്, കുശുമ്പ് മൂത്ത് അങ്ങേറ്റത്തെത്തിയണം. അപ്പോൾ അത് കഴിഞ്ഞ് വിക്രമിൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കാൻ നോക്കുമ്പോൾ നീ ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചിട്ട് വേദനയോട് ചാടുകയാണ് വിക്രം. അതിൽ പറയും നീ ഇതിൽ ഇവിടെ ഇരിക്കേണ്ട അറിയാം. അപ്പോൾ പറയും സീറ്റുണ്ടല്ലോ, അച്ഛമ്മനോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞു പറയും. നീ ഇരിക്കേണ്ട അവിടെ, നമുക്ക് വേറെ സീറ്റില്ല, നീ അവിടെ പോയിരുന്നു അറിയും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് അറിയും വേദ. എന്നാൽ നീ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് നീച്ചിട്ട് പിന്നെ വേറെ സീറ്റ് പോയിരിക്കും. അതിൽ നന്ദിനിക്ക് കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് തോന്നുന്നത്. നന്ദിനി ഭയങ്കര ചിരിക്കും അത് കണ്ടിട്ട്. എന്നിട്ട് ഒരൊറ്റ തുമ്മൽ അപ്പോഴേക്കും നിൻ്റെ സൂക്കേട് മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ വിനായകൻ എടുത്ത്. കാരണം വിനായകൻ എന്തോ അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി വന്ന് വീടിന് രാത്രിയാവും അവർ എത്തുമ്പോഴേക്കും, ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അവിടെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോവുകയാണ്. ലാസ്റ്റ് വിക്രമും വേദിയും നിൽക്കും. അല്ല അറിയും, നിങ്ങളിന്ന് രാവിലെ എന്നോട് പെരുമാറിയത് ഞാനത് മറന്നിട്ടില്ല അറിയാം. നീ അത് മറക്കരുതെന്നറിയും. നിങ്ങൾക്ക് ഞാൻ അതിനുള്ള പകരം ഞാൻ വിട്ടു. നീ ഇങ്ങോട്ട് വാ വീട്ടാന്ന് പറഞ്ഞിട്ട് ആ രണ്ടാളും കൂടെ സ്റ്റണ്ട് ഇറങ്ങി. ഇതിന് ഞാൻ പകരം വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വേദ അല്ലാന്നറിയും. കാണാമെന്നറിയും. അങ്ങനെ ബാഗ് എടുത്ത് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോവും. അപ്പോൾ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. മാഷ് എന്നിട്ട് അറിയും ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ വേണം, കുറച്ച് പഴം ഇരിക്കുന്നുണ്ട് എന്നറിയും ശ്രീജ വന്നിട്ട്. അപ്പോൾ ശ്രീജയോട് പറയും, മാഷ് അറിയാം എനിക്കൊന്നും വേണ്ട, ഞാനൊന്ന് കുളിച്ചിട്ടൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിശ്വം പറയും എനിക്ക് നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ശ്രീജ ആ പഴം കുറച്ച് പുഴുങ്ങി കുറച്ച് പപ്പടം കച്ചിക്കോ, അത് മതി എന്ന് പറയും. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി കടന്നാർക്കും ഒന്നും വേണ്ടാറുണ്ട്. ബാക്കി എല്ലാവരും പോവുകയാണ്. അപ്പോൾ ശ്രീജിയും അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വേദം അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയെ വിളിക്കുകയാണ്, നമ്മളെ കമലമ്മേനെ വിളിക്കുകയാണ്. അപ്പോൾ കമലമ്മേനെ വിളിക്കുമ്പോൾ അവർ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം അമ്മേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞ പ്രായമായ ആളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, പിന്നെ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നറിയും. ഈ വീട്ടിൽ വേറെ 2 മരുമക്കൾക്കുണ്ട്, അവർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊന്നും എനിക്കും വേണ്ട അമ്മേ, അതുകൊണ്ട് ഈ മാല അമ്മ തന്നെ വെച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഊരിയിട്ട് കമലമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ മോളെ അതൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ പറയും അല്ല അമ്മേ അതല്ല, ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് കാരണം എന്നെങ്കിലും ഇത് കാരണം മറ്റാർക്കും അച്ഛമ്മൊന്നും കൊടുത്തിട്ടില്ല തോന്നുന്നു, അപ്പോൾ അവർക്കാർക്കും കിട്ടാത്തതൊന്നും എനിക്ക് വേണ്ട, ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, അമ്മ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇത് പറയുകയാണ്. അങ്ങനെ നമ്മളെ കമലമ്മയുടെ കയ്യിൽ ഈ മാല ഊരി കൊടുക്കുകയാണ് നമ്മളെ വേദ അത് എടുക്കുന്നില്ല, കാരണം നന്ദിനിക്ക് അപ്പോഴേ കുശുമ്പ് കയറി ഇരിക്കുകയാണ് ഇത് കണ്ടിട്ട്. അങ്ങനെ ആ മാല ഊരി കൊടുത്തിട്ട് അങ്ങനെ കമലമ്മ വേദ അങ്ങനെ മുറിക്ക് അങ്ങനെ കയറി പോവാണ്. കാരണം മുറി ഒന്നുമില്ലല്ലോ. അപ്പോഴേക്കും വിക്രം അപ്പുറത്ത് കയറി വാതിലൊക്കെ കൊട്ടി അടച്ച് ഇപ്പുറത്ത് എല്ലാവരും അവനവൻ്റെ റൂമുകളിൽ പോയി കിടന്നു. അങ്ങനെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ. പക്ഷേ ഒന്നുണ്ട് കേട്ടോ, എനിക്ക് ഏറ്റവും ടച്ചിങ്, മനസ്സിന് വിഷമമുണ്ടാക്കിയ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് അച്ഛമ്മയുടെ ഒരു കരച്ചിലുണ്ട്, അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കേട്ടോ. അത് കാരണം പവിത്ര ആരും മിസ് ചെയ്യേണ്ട കാണുക. ഓക്കെ, രാധാസ്വാമി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
പിന്നെ ബെല്ലൈക്കൺ അമർത്തും. ഓക്കെ, താങ്ക് യു. ക്ഷമിക്കണം, എനിക്ക് പെട്ടെന്ന് വിഷമം വന്നത് എൻ്റെ അമ്മയെ ഓർത്തു പോയിട്ടാണ്. 1 വർഷം ആവണേ ഉള്ളൂ അമ്മ മരിച്ചിട്ട്, അത് ഓർത്തു പോയി, അതാണ്. ക്ഷമിക്കണം കേട്ടോ. താങ്ക് യു.